കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലാബിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റായ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് പാനൽ ആൻഡ് ബാക്ക് പാനൽ കണക്ഷനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യമായി ഇതിൻ്റെ പവർ സ്വിച്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്നത് മൈക്രോഫോൺ ആൻഡ് ഇയർഫോൺ ജാക്കാണ്. അത് ഓപ്ഷണലാണ്, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ USB കണക്റ്റേഴ്സ്, അത് എത്രയാണെന്നുള്ളത് ഓരോ സിസ്റ്റത്തിനനുസരിച്ച് കമ്പനിക്ക് അനുസരിച്ചിരിക്കും. ഇതിൽ 4 എണ്ണമുണ്ട്, ചിലപ്പോൾ 1 or 2 മാത്രമേ ചില സിസ്റ്റത്തിൽ കാണാവൂ. പിന്നെ നമുക്ക് വരുന്നത് CD ഡ്രൈവാണ്, CD അല്ലെങ്കിൽ DVD ഡ്രൈവ്. അത് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു ഇജക്ട് ബട്ടനും ഉണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് LED ലൈറ്റും കാണാൻ പറ്റും. ഇത്രയാണ് ഫ്രണ്ട് പാനൽ കണക്ഷൻ വരുന്നത്. ബാക്ക് പാനൽ കണക്ഷനിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ പവർ സോക്കറ്റ്, അതായത് AC പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്. പിന്നെയുള്ളത് ഫ്രണ്ട് പാനലിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു ഇയർഫോണിൻ്റെയും മൈക്രോഫോണിൻ്റെയും ജാക്ക്. അതേപോലെ തന്നെ മൗസും കീബോർഡും കണക്ട് ചെയ്യാനുള്ള PS2 ആണ്. PS2 എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴയ സിസ്റ്റത്തിൽ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ ഇത് USB ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല. പിന്നെയുള്ളത് നമ്മുടെ VJ കണക്ടറാണ്. അതായത് നമ്മുടെ VJ കണക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടറാണ്. പിന്നെ സീരിയൽ പോർട്ട്, ഇതും പഴയ സിസ്റ്റത്തിലാണ് അധികം കാണപ്പെടുന്നത്. പിന്നെയുള്ളത് USB, ഫ്രണ്ട് പാനലിൽ കണ്ടതുപോലെ തന്നെ USB കണക്ടേഴ്സ്. പിന്നെ RJ45 കണക്ടർ, അതായത് നമുക്ക് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള RJ45 കണക്ടർ. പിന്നെ CPU ഫാനും അതേപോലെ തന്നെ നമ്മുടെ പവർ സപ്ലൈയുടെ ഫാനും ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണ് ബാക്ക് പാനലുള്ളത്. ഇത് പുതിയൊരു മോഡൽ സിസ്റ്റമാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർഡ്, നമുക്ക് SD കാർഡൊക്കെ ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇയർഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ USB ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലെ DVD ഡ്രൈവ്, അതിൻ്റെ എജക്ട് ബട്ടണും ഇത്രയും ഇതിലുണ്ട്. ഇതിൻ്റെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നേരത്തെ കണ്ട പോലെ തന്നെ മൈക്രോഫോൺ ജാക്ക്, അതുപോലെ തന്നെ ഇയർഫോൺ ജാക്ക്, പിന്നെ VJ കണക്ടർ. അതേപോലെ തന്നെ VJ കണക്ടറിന് പുറമെ HDMI കൂടി ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത അതാണ്, HDMI പോർട്ട്. അതായത് നമുക്ക് HDMI പോർട്ട് എന്ന് പറയുമ്പോൾ ഹൈ ഡെഫിനിഷൻ, അതായത് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. അത് ഇതിൽ പുതിയ സിസ്റ്റത്തിലാണിത് കണ്ടുവരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതിലില്ല. അതുപോലെ തന്നെ USB പോർട്ട്, പിന്നെ RJ45, ഇത്രയുമാണ് ഇതിൽ വരുന്നത്.